Hi friends, നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയർ ആവാനാണോ ഇഷ്ടം? കേരളത്തിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് പഠിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് KEAM എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് KEAM? കേരള ഗവൺമെന്റിന്റെ കീഴിൽ കൺട്രോളർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് KEAM കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ വിവിധ കോളേജുകളിലേക്ക് വിവിധ കോഴ്സുകളിലേക്ക് നമുക്ക് പ്രവേശനം നേടണമെങ്കിൽ നമ്മൾ ആദ്യം KEAM എഴുതിയിട്ട് KEAMന്റെ നല്ലൊരു റാങ്ക് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പം ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നമുക്ക് KEAM എഴുതിയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക നോക്കാം. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ്? BTech, BR, MBBS, BDS, BAMS, BPharm ഈ കോഴ്സുകളെല്ലാം തന്നെ നമ്മൾ KEAM എഴുതി KEAMൽ നല്ലൊരു മാർക്സ് സ്കോർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോളേജസിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത് എന്തൊക്കെയാണ് KEAM എക്സാമിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയൊക്കെയാണ് മാർക്സ് വരുന്നത്, അതേപോലെ തന്നെ ഹൗ ടു ബിക്കം ആൻ എഞ്ചിനീയർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് KEAMൽ നല്ലൊരു സ്കോർ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം തൊട്ടേ നമ്മൾ പഠിക്കുന്ന സമയം തൊട്ടേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത്രയും സബ്ജക്ട്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. എസ്പെഷ്യലി നമ്മുടെ മാത്സ്. അപ്പോൾ KEAMൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ മാത്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ KEAM എക്സാമിൽ നമുക്ക് പേപ്പർ 1, പേപ്പർ 2 ആയിട്ടാണ് ഉണ്ടാവുക. പേപ്പർ 1ൽ നമുക്ക് ഫിസിക്സും അതേപോലെ കെമിസ്ട്രിയുമാണ് ഉണ്ടാവുക. ഫിസിക്സും കെമിസ്ട്രിയും കൂടെ നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ 2.5 hours ആണ്. ഈ 120 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസും 4 മാർക്ക് വീതം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമുക്ക് പേപ്പർ 120 × 4 = 480 കിട്ടി. അപ്പോൾ പേപ്പർ 1ൽ ടോട്ടൽ മാർക്സ് കിട്ടുന്നത് നമുക്ക് 480 ആണ്. അതുപോലെ തന്നെ പേപ്പർ 2 നമുക്ക് മാത്സ് ഒറ്റയ്ക്കാണ് വരിക. മാത്സിൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 4 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും. അപ്പോൾ ടോട്ടൽ നമുക്ക് 480 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ടാണ് മാത്സ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം. പേപ്പർ 1ൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടിയാണ് 120 ക്വസ്റ്റ്യൻസ് വരുന്നത്. പേപ്പർ 2ൽ മാത്സ് ഒറ്റയ്ക്കാണ് 120 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ 480 + 480 = 960 മാർക്സ് ആണ് നമുക്ക് KEAMൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ വരുന്നത്. അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റിനും കറക്റ്റായിട്ട് വരുന്ന ഓരോ ആൻസേഴ്സിനും 4 മാർക്സ് വീതമാണ്. റോങ് ആവുന്ന ഓരോ ആൻസർ നമുക്ക് -1 മാർക്ക് വെച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആൻസർ അറിയില്ലെങ്കിൽ ഒരിക്കലും KEAMൽ കറക്കി കുത്താൻ വേണ്ടി നിൽക്കരുത്. കാരണം എങ്ങാനും നമ്മുടെ ആൻസർ തെറ്റാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരാനും അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ മാർക്കും കൂടെ നഷ്ടപ്പെട്ടു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും KEAM എക്സാമിൽ കറക്കി കുത്താൻ വേണ്ടി നിൽക്കരുത്. അതേപോലെ തന്നെ നമുക്ക് ഈ KEAM എക്സാമിൻ്റെ മാർക്സ് മാത്രമാണ് നമുക്ക് റാങ്കിൽ പരിഗണിക്കുക, അല്ല നമ്മുടെ +2 എക്സാമിൻ്റെ മാർക്കും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ KEAM എക്സാമിൽ നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ 50% പ്ലസ് നമുക്ക് +2ൽ കിട്ടിയ മാർക്സിൻ്റെ 50%. +2ൽ എല്ലാ സബ്ജക്ട്സും ഉണ്ടോ? ഇല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമാണ്. അപ്പം മാത്സിൽ നമുക്ക് കിട്ടിയ മാർക്സിന് ടോട്ടൽ മാർക്സിൻ്റെ 50%, അതുപോലെ 50% നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും നമുക്ക് ടോട്ടൽ മാർക്സിൻ്റെ 50% നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ +2ൻ്റെ മാർക്സും അതേപോലെ തന്നെ നമ്മുടെ എൻട്രൻസിൻ്റെ മാർക്സും കൂടെ നോക്കിയിട്ടാണ് നമുക്ക് ടോട്ടൽ മാർക്സ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുമെന്ന് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റിനും നമുക്ക് 5 ഓപ്ഷൻസ് വീതം ഉണ്ടാവും. A, B, C, D, E എന്ന് 5 ഓപ്ഷൻസ് വീതം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് അവിടെ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അറിയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ 2.5 hours ആണ് നമ്മുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിൻ്റെ മുകളിൽ കിട്ടുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് 1.25 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അതിനേക്കാൾ ടൈം എടുക്കും. അപ്പോൾ എന്നിരുന്നാലും ഒരു ആവറേജ് നമ്മൾ മാർക്ക് നോക്കുന്ന സമയത്ത്, ആവറേജ് ആയിട്ടുള്ള ടൈം നോക്കുന്ന സമയത്ത് 1.25 മിനിറ്റ് ആണ് നമുക്ക് ഒരു പ്രോബ്ലത്തിൻ്റെ മുകളിൽ സോൾവ് ചെയ്യാനായിട്ട് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് മിനിമം മാർക്സ് ഉണ്ടോ? യെസ്, മിനിമം മാർക്സ് 10 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 10 മാർക്ക് കിട്ടാൻ ഈസി അല്ലേ എന്ന്. ഒരിക്കലും അല്ല. കാരണം എന്താണ്? നമ്മുടെ നെഗറ്റീവ് മാർക്സ് ഉണ്ട് നമ്മുടെ വില്ലനായിട്ട്. അപ്പോൾ നമ്മൾ കറക്കി കുത്തി ആൻസർ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിയായിട്ട് കിട്ടിയ മാർക്സും കൂടെ നെഗറ്റീവ് മാർക്ക് വരുന്ന സമയത്ത് എന്തായിപ്പോയി? അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരും KEAM എക്സാമിൽ കറക്കി കുത്തി ആൻസർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അതേപോലെ തന്നെ 1ൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾ മാർക്ക് ചെയ്യാനും പാടില്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ട് വരുന്ന ഓരോ ആൻസറിനും 4 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ തെറ്റിപ്പോകുന്ന ഓരോ ആൻസേഴ്സും നമുക്ക് നെഗറ്റീവ് മാർക്സ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എങ്ങനെ ഒരു എഞ്ചിനീയർ ആവാം, ഹൗ ടു ബിക്കം ആൻ എഞ്ചിനീയർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഞ്ചിനീയർ ആവണമെങ്കിൽ നമുക്ക് കേരളത്തിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? പ്ലേസ്മെൻറ്റ് കിട്ടുക. അത് തന്നെ ഗവൺമെൻറ് കോളേജസിൽ. അപ്പോൾ പ്രൈവറ്റ് കോളേജസ് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് കോളേജസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ലൊരു KEAMൽ നല്ലൊരു റാങ്ക് കിട്ടി നമുക്ക് ഇഷ്ടമുള്ള ഗവൺമെൻറ് കോളേജ് ചൂസ് ചെയ്തിട്ട്
എടുത്തിട്ട് ഇഷ്ടമുള്ള സ്ട്രീമിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ ലാസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീമിൽ നല്ലൊരു സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കേരളത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്. അപ്പോൾ CET ട്രിവാൻഡ്രം, GEC തൃശ്ശൂർ, TKM കൊല്ലം, GEC കണ്ണൂർ, GEC ബോട്ടം ഹിൽ, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി കോട്ടയം, NSS പാലക്കാട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്. അപ്പോൾ ഈ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീം എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം തൊട്ടേ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത്രയും സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കീമിൽ നല്ലൊരു റാങ്ക് കിട്ടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോൾ തൊട്ട് പഠിക്കണം? നമ്മുടെ +2 തൊട്ടിട്ട് നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ക്ലിയർ ആയിട്ട് തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് കീമിൽ നല്ലൊരു സ്കോർ അറ്റൈൻ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ ഇഷ്ടമുള്ള സ്ട്രീം നമുക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടി സാധിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് മാറാൻ വേണ്ടി